ദേശീയപാതയിൽ നിന്ന് മഴവെള്ളത്തിനൊപ്പം വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തിയത് കൂറ്റൻ കല്ലുകളും മരക്കുറ്റികളും. പുത്തനത്താണി ചുങ്കത്ത് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിക്കുന്ന റോഡിലൂടെയാണ് കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും ചെളിയും മരക്കുറ്റികളും ഒഴുകിയെത്തി മുറ്റത്ത് അടിഞ്ഞുകൂടിയത്. MLA അടക്കം സന്ദർശിച്ച് നിർദ്ദേശം നൽകി മാസം പിന്നിട്ടിട്ടും ഇവിടുത്തെ ദുരിതത്തിന് അറുതിയായിട്ടില്ല. പുത്തനത്താണി ചുങ്കം മത്തിച്ചിറ റോഡിലാണ് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിച്ച് ദുരിതം സൃഷ്ടിക്കുന്നത്. പലകുറി വാർത്ത നൽകിയിട്ടും ഇന്നും ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ ചെളിവെള്ളവും മണ്ണും കുത്തിയൊലിച്ചെത്തുന്നതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. സാധാരണ ചെളിയും മണ്ണുമാണ് ഒഴുകിയെത്തുന്നതെങ്കിൽ ഇന്നലെ പെയ്ത മഴയിൽ വ്യത്യാസമുണ്ടായിരുന്നു. കൂറ്റൻ കല്ലുകളും മരക്കുറ്റികളുമാണ് വീട്ടുമുറ്റങ്ങളിൽ വന്നടിഞ്ഞത്. വീടുകളിലേക്കുള്ള വഴി ആകെ കൊട്ടിയടച്ച് കൂറ്റൻ കല്ലുകൾ കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. വീട്ടുമുറ്റങ്ങളിലാകട്ടെ കാലിന്റെ ഉപ്പൂറ്റി വരെ മൂടുന്ന തരത്തിൽ ചെളിയും മണ്ണും നിറഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടലെന്ന് തന്നെ പറയാം. വലിയ കല്ലും മണ്ണും മരങ്ങളും എല്ലാം കൂടെ ചുങ്കത്ത് നമ്മുടെ KNRCൻ്റെ അനാസ്ഥ കൊണ്ട് വന്നിട്ടുള്ള വലിയൊരു ഉരുൾപൊട്ടൽ, മനുഷ്യനിർമ്മിത ഉരുൾപൊട്ടൽ എന്ന് പറയാം. വലിയ രീതിയിൽ കല്ലും മണ്ണും മരങ്ങളും എല്ലാം കൂടി വന്ന് ഇവിടെ ചുങ്കം പെരിങ്കപ്പാറ ബാവക്കാക്കാൻ്റെ വീടിൻ്റെ പരിസരമാണിത്. ഈ വീടും ഈ വീടിൻ്റെ പരിസരത്തുള്ള അനേകം വീടുകളുടെ മുറ്റത്തേക്കും വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കുമിടയിൽ മുൻപുണ്ടായിരുന്ന ഡ്രൈനേജ് എല്ലാം കൊട്ടിയടച്ച് ചുങ്കം വളവിന്റെ ഭാഗത്ത് മാത്രമായി ഡ്രൈനേജ് തുറന്നതോടെ മുഴുവൻ വെള്ളവും ഇവിടെ വന്ന് പതിക്കുന്നതാണ് ഇത്തരത്തിൽ കല്ലും മണ്ണും കുത്തിയൊലിച്ചെത്താൻ കാരണം. നിരന്തരം വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം കുറുക്കോളി മൊയ്തീൻ MLA സന്ദർശനത്തിനെത്തുകയും പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ദേശീയപാതാ നിർമ്മാണ കമ്പനിയായ KNRCL-ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഒരു മാസത്തിനകം എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും പിന്നീടും ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇല്ലാതിരുന്നതാണ് ഇന്നലെ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ കല്ലും മരങ്ങളും ഒലിച്ചെത്തിയത്. കേരള വിഷൻ, പുത്തനത്താണി.